അച്ഛൻ. മോളെ, നമുക്കിറങ്ങാം. മോൾക്ക് പേടിയുണ്ടോ? പേടിക്കേ വേണ്ട. സത്യം നമ്മുടെ ഭാഗത്തുള്ളപ്പോ നമ്മൾ ആരെയാ പേടിക്കണ്ടേ? എന്നാലും ബാലേട്ട, വക്കീലന്മാര് മോളോട് ഓരോ വൃത്തികേടൊക്കെ ചോദിക്കില്ലേ? വൃത്തികേടോ? അവന്റെ കൂടെ ഒരു ദിവസം രാത്രി മുഴുവൻ എന്ത് ചെയ്യായിരുന്നു? കല്യാണം കഴിച്ച് അവന്റെ കൂടെ അവന്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ തമ്മിൽ വേറെ ബന്ധമൊന്നും ഉണ്ടായില്ലേ? അങ്ങനെയൊക്കെ ചോദിച്ച മോൾ എന്തു പറയും? അമ്മ മോളെ, മറുഭാഗത്ത് വക്കീല് ജയിക്കാൻ വേണ്ടി പലതും പറയും. മോളോട് പലതും ചോദിക്കും. ചിലതൊക്കെ നിന്നെ മുറിപ്പെടുത്തുന്നതായിരിക്കും. മോളെ, വക്കീലങ്ങനെ ചോദിക്കുമെന്നല്ല, ചോദിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അച്ഛൻ പറഞ്ഞത്. കൃഷ്ണമംഗലത്തുകാരുടെ വക്കീല് ഏതൊക്കെ തരത്തിൽ മോളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും മോള് കുലങ്ങരുത്. നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി തന്നെ കോടതി പറയണം. പറയാം. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചോദ്യം ഉണ്ടായാൽ നിശബ്ദമായിട്ട് നിൽക്കരുത്. ജഡ്ജിനോട് നീ അക്കാര്യം പറയണം. മോളെ, നമുക്കിറങ്ങാം. ഞാനും വരുന്നുണ്ട്. ഗോമതി, അനുവും ഞാനും മാത്രമേ കോടതിയിലേക്ക് പോകുന്നുള്ളൂ എന്ന കാര്യം ഇന്നലെ നമ്മൾ തീരുമാനിച്ചതൊക്കെ ശരിയാ. പക്ഷെ എന്റെ മോള് കൂട്ടിക്കയറി നിൽക്കുമ്പോ ഞാൻ അവിടെ വേണം. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവൾക്കൊരു ധൈര്യമാ. അവൾക്ക് ധൈര്യത്തിന് ഒരു കുഴപ്പമില്ല ഗോമതി. നിനക്ക് സമാധാനത്തിനാണെന്ന് പറ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഞാനും വരും. അച്ഛാ, അമ്മയും കൂടി വന്നോട്ടെ. ശരി അച്ഛാ. അച്ഛാ, അല്ലെങ്കിൽ ഇവിടെ ആർക്കും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ശരി, എന്നാ നീ വേഗം പോയി റെഡിയായി വാ. ഞാൻ റെഡിയായിട്ട് നിൽക്കുക. നമുക്കിനി ഇറങ്ങിയാ മതി ബാലേട്ടാ. അനു, പോയിട്ട് വാ മോളെ. നല്ല ധൈര്യമായിട്ട് നിനക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. നീ ആരെയും പേടിക്കണ്ട. നിന്നെ ഒരാള് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അത് നിനക്ക് കോടതി ചെല്ലുമ്പോ മനസ്സിലാവും. മോളെ, ഈ കുടുംബത്തിന്റെയും നമ്മുടെ അച്ഛന്റെ അഭിമാനത്തിന് വേണ്ടി സ്വന്തം ജീവിതം പോലും മറന്ന് വലിയൊരു ത്യാഗം ചെയ്യാൻ തയ്യാറായവളാ നീ. നിന്റെ ആ മനക്കരുത്തുണ്ടല്ലോ, അതാ ഇന്ന് നിന്റെ രക്ഷയ്ക്കുതകുന്നത്. ഒരു വക്കീലും അയാളുടെ മുറിപ്പെടുത്തുന്ന ചോദ്യങ്ങളും നിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കില്ല. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. മിത്ര ചേച്ചി, പോയിട്ട് വരട്ടെ. നിനക്ക് ശരിയാണെന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്. അനു, ഇറങ്ങാം. മോളെ, വാ. ഞങ്ങൾ പോയിട്ട് വരാം.